ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ശേഷം നമുക്കൊരു കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആപ്പിന് ഒരു ബേസിക് കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്കൊരു സ്നിപ്പറ്റ് ഇപ്പോൾ യൂസ് ചെയ്യാം. അതിന് RNFES ഇങ്ങനെ ഒരു സ്നിപ്പറ്റ് യൂസ് ചെയ്താൽ നമുക്കൊരു റിയാക്ട് നേറ്റീവ് ഫങ്ഷണൽ എക്സ്പോർട്ട് കമ്പോണൻ്റ് വിത്ത് സ്റ്റൈൽ ഷീറ്റ്, അതായത് നമ്മൾ ഈ ഒരു സ്നിപ്പറ്റ് യൂസ് ചെയ്യുമ്പം നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടും. അതേപോലെ തന്നെ ഒരു കസ്റ്റം കമ്പോണൻ്റ് കിട്ടും, അത് എക്സ്പോർട്ടഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ആ സ്റ്റൈൽ ഷീറ്റും വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നിപ്പറ്റ് യൂസ് ചെയ്യുന്ന ഏത് ഫയലിലാണോ ആ ഫയലിൻ്റെ നെയിം ആയിരിക്കും നമ്മുടെ ഈ കമ്പോണൻറ്റിനും വരുന്നത്. ഇപ്പോൾ നമ്മളത് കൊടുത്തപ്പോഴത്തേനും കണ്ടില്ലേ, നമ്മുടെ ആപ്പ് എന്നാണ് നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ്റെ പേര് വന്നേക്കുന്നത്. അതിൽ തന്നെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിലൊരു ടെക്സ്റ്റും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ app.js എന്ന് പറയുന്ന ഫയൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻഡെക്സിൽ നമ്മൾ ഈ app.js എന്ന് പറയുന്ന ഫയലിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സാണ് ഏറ്റവും ആദ്യം വർക്ക് ചെയ്യുന്നത്, അതിലേക്ക് വിളിച്ചേക്കുന്നതാണ് ഈ app.jsന്. അപ്പോൾ ഈ app.jsൽ നമ്മളിനി നാവിഗേഷൻ്റെ കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതിന് നമ്മൾ സ്റ്റാക്കിൽ വന്നിട്ട് ആദ്യമേ നമ്മൾ ഒരു നാവിഗേഷൻ കണ്ടെയ്നർ, അതായത് ഇമ്പോർട്ട് നാവിഗേഷൻ കണ്ടെയ്നർ ഫ്രം റിയാക്ട് നാവിഗേഷൻ /native എന്ന് പറയുന്ന ആ ഒരു പാക്കേജിൽ നിന്ന് നമ്മൾ നാവിഗേഷൻ കണ്ടെയ്നറിനെ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഈ വ്യൂ നമുക്ക് റിമൂവ് ചെയ്യാം. വ്യൂ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആ നാവിഗേഷൻ കണ്ടെയ്നറിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ഓപ്പണിംഗ് ടാഗുമുണ്ട്, ക്ലോസിംഗ് ടാഗുമുണ്ട്. അപ്പോൾ നമ്മളൊരു നാവിഗേഷൻ കണ്ടെയ്നർ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻസ്, അതായത് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് നാവിഗേഷനാണ്. അതായത് നമ്മുടെ എത്ര ടൈപ്പുള്ള നാവിഗേഷൻ ഉണ്ടോ അതെല്ലാം യൂസ് ചെയ്യുന്നത് ഈ നാവിഗേഷൻ കണ്ടെയ്നർ എന്ന് പറയുന്ന ഈ കമ്പോണൻറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാക്ക് നാവിഗേഷൻ ആണെങ്കിലും ഡ്രോവർ നാവിഗേഷൻ ആണെങ്കിലും ബോട്ടം ടാബ് നാവിഗേഷൻ ആണെങ്കിലും നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് ഈ നാവിഗേഷൻ കണ്ടെയ്നറിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ നാവിഗേഷൻ കണ്ടെയ്നറിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്തൊരു ഫങ്ഷനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. റിയാക്ട് നാവിഗേഷൻ സ്റ്റാക്കിൽ നിന്ന് നമ്മളൊരു ഫങ്ഷനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്റ്റാക്ക് നാവിഗേഷനാണ്. അപ്പോൾ അതിനു വേണ്ടി ഈ സ്റ്റാക്കിനകത്ത് നിന്ന് നമ്മൾ ക്രിയേറ്റ് സ്റ്റാക്ക് നാവിഗേറ്റർ എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഫങ്ഷൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ കോൺസ്റ്റ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിനുള്ളിലേക്ക് നമ്മൾ ആ ഫങ്ഷൻ കോൾ ചെയ്തു. സ്റ്റാക്ക് എന്ന് പറയുന്ന ഫങ്ഷനുള്ളിലേക്ക് ഈ ക്രിയേറ്റ് സ്റ്റാക്ക് നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കോൾ ചെയ്തു. അതിനുശേഷം സ്റ്റാക്കിനകത്ത് നമുക്കൊരു നാവിഗേറ്റർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വിളിക്കുന്നു, അതായത് stack.navigator. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റാക്ക്, അതിനകത്തൊരു നാവിഗേറ്റർ ഉണ്ട്, അതിനെ വിളിച്ചു. അതിനുള്ളിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സ്ക്രീൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ക്രീനൂടെ ആഡ് ചെയ്യാം. ഹോം സ്ക്രീൻ .js. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്നിപ്പറ്റ് യൂസ് ചെയ്യുന്നത് RNFES. ഈ ഒരു സ്നിപ്പറ്റ് യൂസ് ചെയ്തപ്പോൾ നമുക്കൊരു ഹോം സ്ക്രീൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള.
അപ്പോൾ ഈ സ്നിപ്പറ്റ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ എക്സ്റ്റൻഷൻസിനകത്ത് വന്നിട്ട് ഈ ഒരു ES7 റിയാക്ട് റിഡക്സ് റിയാക്ട് നേറ്റീവ് സ്നിപ്പറ്റ്സ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്കതിൽ കുറേ സ്നിപ്പറ്റ്സ് അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് യൂസ് ചെയ്താൽ ഇതേപോലെ പെട്ടെന്ന് കോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ app.jsനകത്ത് ഒരു നാവിഗേഷൻ കണ്ടെയ്നർ ഉണ്ട്. അതിനെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് റിയാക്ട് നാവിഗേഷൻ നേറ്റീവ് എന്ന് പറയുന്ന ഒരു ലൈബ്രറിക്കകത്ത് നിന്നാണ്. അതേപോലെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് നാവിഗേഷനാണ്. അപ്പോൾ അതിന് നമ്മൾ റിയാക്ട് നാവിഗേഷൻ സ്റ്റാക്ക് എന്ന് പറയുന്ന ലൈബ്രറിക്കകത്ത് നിന്ന് ക്രിയേറ്റ് സ്റ്റാക്ക് നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫങ്ഷനെ നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പോണൻറ്റിനുള്ളിൽ റിട്ടേൺ ചെയ്തേക്കുന്നത് നമ്മളെ നാവിഗേഷൻ കണ്ടെയ്നറാണ് ഏറ്റവും പേരൻ്റായിട്ട് റിട്ടേൺ ചെയ്തേക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റാക്കിനകത്ത് നിന്ന് നാവിഗേറ്റർ, അതായത് സ്റ്റാക്ക് ഡോട്ട് നാവിഗേറ്റർ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് കോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാക്ക് ഡോട്ട് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാക്ക് ഡോട്ട് സ്ക്രീൻ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ രണ്ട് റിക്വയർഡ് ആയിട്ടുള്ള പ്രോപ്പാണ്. ഒന്ന് നെയിം, രണ്ട് കമ്പോണൻറ്റ്. അതായത് സ്റ്റാക്ക് ഡോട്ട് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, അതിൻ്റെ ഒരു പ്രോപ്പാണ് നെയിം. നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഹോം സ്ക്രീൻ എന്ന് കൊടുത്തു. നമ്മൾ ആദ്യം ഒരു ഹോം സ്ക്രീൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പോണൻറ്റ് എന്തുവാ, ഹോം സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ ഹോം സ്ക്രീൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഇവിടുന്ന് ഇമ്പോർട്ടായിട്ടുണ്ട്. അതായത് ./ഹോം സ്ക്രീൻ ഇവിടുന്ന് അത് ഇമ്പോർട്ടായിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു സ്റ്റാക്ക് ഉള്ളൂ, അല്ല, നമ്മുടെ ഈ സ്റ്റാക്കിൽ ഒരു സ്ക്രീനേ ഉള്ളൂ. അപ്പോൾ ആ സ്ക്രീനാണ് ആദ്യം കാണിച്ചത്. അതായത് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് നാവിഗേഷൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഈ ഒരു ഹെഡർ ഹോം സ്ക്രീൻ, നമ്മൾ ഏത് പേരാണോ കൊടുത്തത് ആ പേര് വന്നു. അതേപോലെ ഈ രണ്ടാമത് കിടക്കുന്ന ഹോം സ്ക്രീൻ എന്നുള്ളത് നമ്മുടെ ഈ സ്ക്രീനിനകത്ത് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അതാണ്. നമുക്ക് ഈ വ്യൂവിനൊരു സ്റ്റൈൽ കൊടുത്തു നോക്കാം. സ്റ്റൈൽ = flex1, ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു ഗ്രേ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ app.js ആണ് വിളിക്കുന്നത്. പക്ഷേ app.jsനകത്ത് നമ്മൾ ഒരു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു കമ്പോണൻറ്റിനെ വിളിച്ചിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ലിസ്റ്റ് സ്ക്രീൻ ഉണ്ടല്ലേ, നമ്മൾ ആദ്യം കോപ്പി ചെയ്ത് റീനെയിം ചെയ്തിട്ടേ ആ സ്ക്രീനേയും കൂടെ നമുക്ക് ഈ സ്റ്റാക്ക് നാവിഗേറ്ററിനുള്ളിലേക്ക് വിളിക്കാം. അപ്പോൾ അതിനാദ്യം സ്റ്റാക്ക് ഡോട്ട് സ്ക്രീൻ എന്ന് വിളിക്കാം. അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ളൊരു പ്രോപ്പാണ് നെയിം. ഇപ്പം നമ്മുടെ സ്ക്രീനിൻ്റെ പേര് കൊടുക്കുക. നമ്മുടെ സ്ക്രീനിൻ്റെ പേര് ലിസ്റ്റ് സ്ക്രീൻ എന്നാണ്. അതേപോലെ തന്നെ കമ്പോണൻറ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻ്റ് ഏതാണ്. അപ്പോൾ അതെന്തുവാ, ലിസ്റ്റ് സ്ക്രീനാണ്. ലിസ്റ്റ് സ്ക്രീൻ കൊടുത്തപ്പോൾ ആ ലിസ്റ്റ് സ്ക്രീൻ അവിടെ നിന്ന് ഇമ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എറർ വന്നേക്കുന്നത് അതൊരു ക്ലോസിങ് ടാഗ് ഇടാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് നമ്മുടെ ഹോം സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് നേരെ തിരിച്ചിട്ട് നോക്കാം. അതായത് ലിസ്റ്റ് സ്ക്രീനെ ആദ്യം ഇട്ട് നോക്കാം. ലിസ്റ്റ് സ്ക്രീനെ ആദ്യം ഇടുമ്പം ആദ്യം ഇട്ടു, എന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്യും. ഇപ്പം നമ്മുടെ ലിസ്റ്റ് സ്ക്രീനാണ് ആദ്യം വന്നത്. അപ്പോൾ ഹോം സ്ക്രീൻ ആദ്യം വരണമെങ്കിൽ നമ്മൾ ഹോം സ്ക്രീൻ ആദ്യം ഇട്ടു, എന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്തു.
അപ്പോൾ നമുക്ക് കുറേ അധികം സ്ക്രീൻ ഉണ്ടെങ്കിൽ നമുക്ക് പാടായിരിക്കും, നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഈ സ്റ്റാക്ക് നാവിഗേറ്ററിൻ്റെ പ്രോപ്പുകൾ നമ്മൾ പഠിക്കുന്നത്. ഇത് സ്റ്റാക്ക് നാവിഗേറ്ററിന് കുറേ പ്രോപ്പുകളുണ്ട്. അപ്പോൾ അതിലൊന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.